ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായാലും ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് മടിയായിരുന്നു. ഇപ്പോൾ ഓക്കെ, കുറച്ച് മടിയും പിന്നെ കുറച്ച് വർക്ക് വൈസ് കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പം ഞാൻ പിക്കപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബുദാബിയിലെ ഹിന്ദു ടെമ്പിൾ ഓപ്പൺ ആയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ നമ്മൾ ഇതുവരെ പോയില്ലായിരുന്നു. സോ നമ്മൾ ഈ വീക്കെൻഡ് നമ്മൾ അവിടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ നമ്മുടെ മേജർ പ്രോബ്ലം. അപ്പം അവൻ വണ്ടി എടുത്ത് വന്നു, പോവാം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ അബുദാബിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ടെമ്പിളിലേക്ക്. ചൂടിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. ബിക്കോസ് ഇവിടെ തന്നെ അത്രയും ചൂടായത് കാരണം അവിടുത്തെ ചൂട് നമുക്ക് ഇമാജിൻ ചെയ്യാം. സോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു, നല്ല ഹീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ എന്തായാലും പോവാം എന്നൊരു പ്ലാനിൽ നമ്മളങ്ങ് ഇറങ്ങി. നമ്മൾ മോർണിംഗ് ഒരു 9 ആയപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ ആക്ച്വലി ട്യൂസ്ഡേ ടു സൺഡേ ആണെന്ന് തോന്നുന്നു അവിടെ ടെമ്പിൾ ഓപ്പൺ. സോ നമ്മൾ അവിടെ എത്തി. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, അതാണ് നമ്മുടെ ടെമ്പിൾ. ആദ്യം നമുക്ക് കുറച്ച് വഴി തെറ്റി, വീണ്ടും കറങ്ങി നമ്മൾ വീണ്ടും എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത്തവണ അകത്ത് കയറി. ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ ഫുൾ കറങ്ങി കയറി കേട്ടോ. അപ്പം നമ്മൾ എത്തി. അപ്പം ടൈമിങ്സ് ഉണ്ട്, അത് നമ്മൾ വെബ്സൈറ്റിൽ നോക്കി അറിയാൻ പറ്റും ടൈമിങ്ങിൻ്റെ കാര്യം. പിന്നെ ഇതാണ് പാർക്കിംഗ് ഈസ് വെരി ബിഗ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയത് നമ്മൾ ചെന്നുകൊണ്ട് നമുക്ക് എവിടെ പാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ബസ് സെപ്പറേറ്റ് പാർക്ക് ചെയ്യണം, കാറും പ്രൈവറ്റ് വെഹിക്കിൾസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പാർക്ക് ചെയ്യണം. സോ നമ്മൾ പാർക്ക് ചെയ്തപ്പം കുറച്ച് ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവമേ എന്താ ചൂട്! പുറത്തുനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ പൊള്ളാൻ തുടങ്ങി. ഓക്കെ, അവിടുന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ നടന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറാം, പാസ് എടുത്തിട്ട്. അകത്ത് കയറിയാലാണ് നമ്മളിങ്ങനൊരു പാത്തുണ്ട്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് സ്റ്റഫ്സ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അകത്ത് കയറിയാലുള്ള വ്യൂ ആണിത്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത രീതിക്കുള്ള ചൂടും വെയിലുമായിരുന്നു. അംബ്രല്ല ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ അവിടെ തിരിച്ചു വരുന്ന ആളെങ്കിലും അവർ ഡ്രോപ്പിംഗ് പോയിന്റിൽ വെച്ചാലും നമുക്ക് അംബ്രല്ല എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. അകത്ത് കയറിയതിന് ശേഷം നമുക്ക് ചെരുപ്പൊക്കെ വെക്കാനൊരു ഏരിയ ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട്, ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം ഇതാണ് നമ്മൾ ഫുട്വെയർ ഒക്കെ കൊടുത്തിട്ട് തിരിച്ച് വരുന്ന ഒരു വെയിലാണ് ടെമ്പിൾ. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം ഇതാണ് ടെമ്പിൾ. നമ്മൾ കാണുമ്പോൾ ഫ്ലോറിൽ ഒരു വൈറ്റ് ടൈലും ഒരു റെഡ് കളർ സ്റ്റോണിൻ്റെ ഉണ്ട്. ഈ വൈറ്റിൽ ചവിട്ടുമ്പം നമുക്ക് ചൂട് ഫീൽ ചെയ്യേയില്ല, പക്ഷേ റെഡ് സ്റ്റോണിൽ ചവിട്ടുമ്പം കാല് നന്നായി പൊള്ളും കേട്ടോ. അപ്പം എല്ലാവരും വൈറ്റിൽ മാത്രം വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പെർട്ടിക്കുലറായിട്ട് നടക്കുമായിരുന്നു. ചൂട് കാരണം നമുക്കൊരു പിക്ചർ പോലും എടുക്കാൻ പറ്റാത്തത്ര ചൂടായിരുന്നു. ബിക്കോസ് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ആക്ച്വലി, അത്ര വെയിലും ചൂടുമായിരുന്നു. പിന്നെ നമ്മൾ ഈ വൈറ്റ് കളർ ടൈലിലൊക്കെ നമുക്ക് ചൂടേ ഫീൽ ചെയ്യില്ല, നല്ല നോർമലായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ കയറി അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ആർക്കിടെക്ചർ ഇൻറ്റീരിയർ വൈസ് ഇറ്റ്സ് റിയലി ഗുഡ്, മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയും. നമ്മൾ എന്നിട്ട് തിരിച്ചിറങ്ങി. പക്ഷെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒരു അമ്പലത്തിൻ്റെ ഫീൽ നമുക്ക് കിട്ടില്ല ഇവിടെ ചെല്ലുമ്പോൾ. ബിക്കോസ് പൂജകളൊന്നും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ബട്ട് അതർവൈസ് ദ ഇൻറ്റീരിയർ ആൻഡ് ദ ആർക്കിടെക്ചർ ഇസ് റിയലി ഗുഡ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങി. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, ബട്ട് പുറത്ത് യു ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോസ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ഒരു ടെമ്പിൾ വിസിറ്റ്. അവിടെ ഇങ്ങനെ കുറേ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് മണിയൊക്കെ മുഴക്കാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വാട്ടർ അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, വാട്ടറൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. അവിടെ നമുക്ക് കുട കിട്ടി ഇത്തവണ. നമ്മൾ കുടയായിട്ടാണ് ഇത്തവണ ഇറങ്ങിയത്. കാരണം ആ ഒരു ചൂട് നമ്മൾ ഇമാജിൻ ചെയ്താലേ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങി ടെമ്പിളിൽ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു 11:30 12 ആയിരുന്നു. അപ്പോഴേക്കും ഭയങ്കര ചൂടായി. നമ്മൾ കുടയൊക്കെ എടുത്ത് ഇറങ്ങി. അവിടെ പ്രസാദം ഡെലിവറി ചെയ്യുന്നൊരു ഏരിയ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നു. അവിടെ നമ്മൾ പ്രസാദമൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ബിക്കോസ് വേറെ നമുക്ക് അവിടെ ചെയ്യാൻ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെമ്പിൾ വിസിറ്റ്. അപ്പം ചൂടെന്ന് പറഞ്ഞാൽ അതായിരുന്നു ഏറ്റവും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ പോവുകയാണെങ്കിൽ ഇത്ര ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. വണ്ടിക്കകത്ത് നമുക്ക് ഇരിക്കാൻ വരുന്ന ഒരുമാതിരി ഓവനകത്തിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു വണ്ടി കയറിയിട്ട് പോലും. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു സീസണിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും ബെസ്റ്റ്. ബിക്കോസ് അത്ര ചൂട് നമുക്ക് ഡയറക്റ്റ് ഏൽക്കില്ല. Otherwise it's okay if you are able to manage the heat and all, you can definitely visit. Otherwise better plan during the weekends, the evening times. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ടെമ്പിൾ വിസിറ്റ്. പോയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ആർക്കിടെക്ചറൽ വ്യൂ ഒക്കെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.